ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ചിന്റെ പേര് എന്താ? ഇല്യൂഷൻ ആർട്ട് ചാലഞ്ച്. അപ്പോൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവള് പറഞ്ഞോളൂ. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഇല്യൂഷൻ ആർട്ട് ഇപ്പൊ നമ്മള് ഇത് 8 ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട് ഒരു ഷീറ്റില്. 8 റൗണ്ട്സ് പോലെ അല്ലേ? അതിപ്പോ 8 റൗണ്ട്സ് എന്നുള്ള പോലെ ഓരോ റൗണ്ടിന് നമ്മളിപ്പോ 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് നോക്കും ഫസ്റ്റ്. ഒട്ടും വരയ്ക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ അതിന്റെ ടൈം ആക്കി മാറ്റാം. ഇപ്പൊ ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞു തൊടാൻ പോവില്ലല്ല. അടുത്തത് വരയ്ക്കുമ്പോ നമുക്ക് ഇത് കഴിഞ്ഞു, ഇതിന്റെ ഇത്തിരി കൂടി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ റിപ്പയർ ചെയ്യാം. ഇത് ഫുള്ളും കഴിഞ്ഞിട്ട് ഇതിൽ മൊത്തത്തിൽ ആരുടെയാണ് ഇഷ്ടാവുക അവര് ജയിച്ചു. അങ്ങനെയാണോ? റൗണ്ട് 1 ഇത് ജയിച്ചു, റൗണ്ട് 2 ഇത് ജയിച്ചു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ല, ഇതില് മൊത്തത്തിൽ ഇഷ്ടാവുന്നവര്. ഇതിൽ നമ്മള് ചിത്രമുണ്ട്. പെൻസില് കോമൺ ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് സ്കെച്ച്. നമ്മള് ഇതും സ്കെച്ച് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതൊക്കെ സ്കെച്ചസ് ആണ്. ഇത് കളർ പെൻസിൽ, ക്രയോൺസ്, പെൻസിൽ, കളർ പെൻസും സാധാ പെന്നോടെ. ഓ, ഇതില് സാധാ പെന്നുണ്ട്. പെന്ന് എഴുതിയുണ്ട്. പെൻസിൽ അല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടും. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോ നമുക്ക് കിട്ടിയ ഓപ്ഷൻ നമുക്ക് ചെയ്യാം. വേണ്ട, അത്ര തന്നെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോ. എനിക്ക് ബ്ലാക്ക് പെന്ന് വേണമെന്നാണ്. ഐ മീൻ പെന്ന് വന്ന പെന്നാണ്. എനിക്ക് കളർ പെൻസിൽസ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പെൻസിലും കളർ പെൻസിൽസിനും ബ്ലാക്ക് ഒക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇല്യൂഷൻ ആയിട്ട് ബ്ലാക്ക് ആണെങ്കിൽ രസം ഉണ്ടാവും. പിന്നെ വരയ്ക്കാറിയണോ ആൾക്കാർക്ക് ഏതായാലും നന്നായിട്ടുണ്ടാവും. ഞാൻ ഇല്യൂഷൻ ഇതുവരെ വരച്ചിട്ടില്ല, ആദ്യമായിട്ടൊന്ന് വരയ്ക്കാൻ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ടൈമർ വെക്കണ്ടേ? 3 മിനിറ്റിന്റെ ടൈമർ സെറ്റ് ചെയ്യണം. 3 മിനിറ്റിന്റെ ടൈമർ ഇവിടെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തോ? 3 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വെച്ചു. ഇപ്പൊ 3 മിനിറ്റ് വെക്കാം. മനസ്സിലായാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1. അയ്യോ, നമ്മള് എങ്ങനത്തെ ഡിസൈൻ ഇടണം എന്നൊന്നും ആലോചിച്ചില്ല. ചുമ്മാ ഒന്നും ഇടാല്ലേ. എന്തേലും പറയൂ. പറയാം. ഇതിലൊക്കെ എന്റർടൈൻമെന്റ് വേണ്ട നമുക്ക് വരയ്ക്കുമ്പോ. എന്റെ കോൺസെൻട്രേഷൻസ് ആണ് സംസാരിച്ച. അതാണ് ഞാനും നോക്കണത്. ഇത് ഞാനിങ്ങനെ വരയ്ക്കണ്ടായിരുന്നു. 3 മിനിറ്റ് തികയില്ല ഗൈസ്. ഞാൻ പറഞ്ഞത് 3 മിനിറ്റ് തികയില്ല. ഏതെന്താ വെച്ചാൽ ഇല്യൂഷൻ ആട്ടല്ലേ. കേട്ടില്ല. അത് ഇത്ര ഭാഗമല്ലേ ഉള്ളോ എന്നുള്ളതും ഒരു കൺസിഡറേഷനിൽ വെച്ചിട്ടാണ് ഞാൻ 3 മിനിറ്റ് ചെയ്ത് നോക്കാം. ഒട്ടും പറ്റണില്ലെങ്കിൽ നമുക്ക് അതിനെ 2 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വിടാം. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതാ? മലയാള സിനിമ കേട്ടോ. മലയാള സിനിമ എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയിട്ടാ? ഫോണിൽ ഫോണിലേതാണ്ട് വേറെക്ക് ഓർമ്മയില്ല. അപ്പൊ അത്രയും സിനിമകളുണ്ടോ? അല്ല, കൊറേ ആളെ സിനിമ കണ്ടിട്ട് ഫോണില്. അപ്പൊ ശരി, ലാസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമ എനിക്ക് ഓർമ്മ ഉണ്ടാ? എനിക്ക് ഓർമ്മ ഉണ്ട്. മാർക്കോ. സിനിമയല്ലേ? അതൊന്നും പറയാൻ പാടില്ല. സിനിമ ഓട്ടിട്ടിട്ട് വന്നിട്ടില്ല. ശരി, സോറി. അതൊക്കെ പറയുന്നു ഇവിടെ ഇരുന്നിട്ട്. ഇത് ഏതാകാശത്തിലേക്കാണ്? ശരി, ഇത് നിർത്തു. നിർത്തിയിട്ട് 2 മിനിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് 2 മിനിറ്റ് കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പറ്റില്ല. മറ്റേ
ബയോളജിയിലെ സെൽസ്. ആ അതന്നെ എല്ലാ സെൽസ് ഒക്കെ വരച്ച് വെക്കുന്നുണ്ട്. മൊത്തം നമുക്കിതിനെ 5 മിനിറ്റ് ആക്കി മാറ്റാം. 2 മിനിറ്റ്, ഇത് 2 മിനിറ്റ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ? എൻ്റെ അമ്മേ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് അതില്ലേ ആ സ്റ്റാർട്ട് ചെയ്തോ? വരച്ചത് കണ്ടു കഴിഞ്ഞാലേ ഇല്യൂഷനിലേക്ക് പോണ പോലെ തോന്നണം. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലാവണ്ട? ഓ ആരൊക്കെ എന്നോട് പറയണേ. അതെന്നെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അവൾ തന്നെയാണ്. ഞാൻ അവളോട് പറയുന്നത്. ഈ സമയം വെച്ചിട്ടുള്ള കളി കളിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രോയിങ്സിൽ ആ സമയത്തിന്റെ മേലുള്ള കോൺസെൻട്രേഷൻ കാരണം നമുക്ക് അറിയണ പോലും വരയ്ക്കാൻ പറ്റാത്ത പോലത്തെ ഫീൽ യാ എനിക്ക് മനസ്സിലാവും. ഞാനിതൊരു സംഭവം വിചാരിച്ചിട്ടാണ് വരയ്ക്കണമൊക്കെ, പക്ഷെ ഇത് എന്തായി മാറുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് തലയിൽ. അത് ഈ 2 മിനിറ്റിലൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ അടുത്ത വരയ്ക്കുമ്പോ അതിനെ കവർ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റിയാ പറ്റി. എൻ്റെ തീർന്നു. എൻ്റെ തീർന്നില്ലേ? ഞാൻ ഇത്ര ജെറ്റ് സ്പീഡിൽ വരച്ചാ. നീ വരയ്ക്കുന്നതല്ലല്ലോ ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ എൻ്റെ ഗൈസ് സമയം കഴിഞ്ഞു. ഞാൻ ഇത്ര വരച്ചിട്ടുള്ളോ. നമുക്ക് വേറെ വരയ്ക്കുമ്പോ ഇത് കയറി പിടിക്കാം. ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇല്യൂഷൻ. എൻ്റെ ഇല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്. ഞാൻ ഇവിടെ കയറി പിടിക്കാൻ നോക്കാം. ഇതാണ് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വരച്ചെടുക്കുന്നത് ഇല്യൂഷൻ. അപ്പോൾ നമുക്കിത് അടുത്ത പോവാം. ഇത് 5 മിനിറ്റ് ആക്കി മാറ്റാം. മറ്റേ അടുത്ത റൗണ്ടിൽ എനിക്ക് പേന കിട്ടൂലെന്ന് അറിയില്ല അല്ലേ. ഇത് 5 മിനിറ്റ് വെച്ചിട്ട് പെൻസില് വെച്ചിട്ട് നമുക്കിത് തുടങ്ങാം. തുടങ്ങാം. എടുത്തോ. മൊത്തം തീർന്നിട്ട് ആർക്കാരുന്നില്ല. ക്രയോൺസ്. ഇതെന്താണോ? എന്താ കളർ പെൻസിൽസ്. എന്നിട്ട് പെൻസിലോണ്ട് മാത്രം വരച്ചെടുക്കണേ. എനിക്ക് ക്രയോൺസ്. ഞാൻ കളർ പെൻസിലോണ്ട് തന്നെ വരച്ച്. പെൻസിലോണ്ട് വരച്ചിട്ടില്ല. അത് കളർ പെൻസിലാ? അതെ. എന്ത് കളർ പെൻസിൽ? ബ്ലാക്ക്. അത് ശരി. ഞാൻ കരുതിയ എനിക്കിപ്പോ ഇത്തവണ ക്രയോൺസ് ആണ്. ക്രയോൺസ് ആയതുകൊണ്ട് ഇവിടെ എനിക്ക് കളർ ഫില്ല് ചെയ്യാൻ പറ്റിയ ഭാഗ്യം. അപ്പോ ഞാൻ എൻ്റെ ബ്ലാക്ക് പെൻസിലൊന്ന് ഷാർപ്പ് ചെയ്യട്ടെ. ശരി. ഇങ്ങനെ ഇവിടെ വെച്ച് ഷാർപ്പ് ഞാൻ കാണട്ടെ. അത് അങ്ങോട്ട് എടുത്തിട്ടാ പോലെ. ശരി. പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടാണ്. ഓക്കെ ഇത്ര മതി. തുടങ്ങാം. ഓ കളർ പെൻസിൽ തന്നെ എല്ലായിടത്തും. അല്ലാണ്ട് എനിക്കിപ്പോ പെൻസിലാണ്, അതുകൊണ്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യാം. ഇത് അപ്പുറത്തേക്ക് മറ്റേ 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യില്ലേ? സ്റ്റാർട്ട് ചെയ്തോ. ഷോർട്ട് കട്ട് പണിയുമ്പോ വരെയാണ്. മുന്നേ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? നീ ഇപ്പോഴല്ലേ എന്നോട് ഈ കഥ പറഞ്ഞു തന്നെ. ഇതെങ്ങനെ വരയ്ക്കാണ് എനിക്കറിയില്ലായിരുന്നു മുന്നേ. ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ വരയ്ക്കണ്ട. കുറച്ച് മൈലാഞ്ചി വരച്ച് ക്ഷീണുള്ള കാരണം എനിക്ക് മൈലാഞ്ചി എൻ്റെ കൈമ ഇടാൻ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ കൈമ എന്ന് വെച്ചാൽ മറ്റൊരു കൈമ ഇടാൻ പറ്റും, പക്ഷെ വൃത്തിക്ക് വരില്ല. എനിക്ക് എൻ്റെ കൈമ അത്യാവശ്യം കാണാൻ കണ്ട കുഴപ്പമില്ല, വരയ്ക്കാൻ പറ്റും എന്ന് തോന്നും. മറ്റുള്ള ആൾക്കാരുടെ കൈമ കണ്ട ഇതാര് വരച്ച് ചോദിക്കും.
വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരെ കൊണ്ടാണ് ഈ വരപ്പിക്കണോ അതിനൊക്കെ നോക്കും വേറെ ആൾക്കാരെ കൈവിട്ടാണ്. എൻ്റെ കൈമ തന്നെയാണ് ഞാൻ മാനേജ്. മലയാളത്തിൽ ഇഷ്ടമുള്ള നടനാരാ? എനിക്ക് അങ്ങനെ ആരില്ല. അങ്ങനെ ആരില്ലേ? ഞാനങ്ങനെ ഫാൻ ബോയ് തന്നെ ഞാനാണ്. ഫാൻ ഗേൾ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. ഓക്കെ. സിനിമ ഇഷ്ടമായ അത്ര അല്ലാണ്ട് അതിൻ്റെ പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഞാൻ അത് കഴിഞ്ഞാണ്ട് ഇത് നോക്കി വന്നു. സോണ്ട് വരയ്ക്കാൻ വെച്ച് നടക്കൂല, കുറെ പുറത്തേക്കാവും. എനിക്ക് മലയാളത്തിൽ ഇഷ്ടമുള്ള നടനുണ്ട്. ആരാ നമുക്കറിയില്ല. ആരാ നമുക്കറിയില്ലേ? നിനക്കും മലയാളത്തിൽ ഇഷ്ടമുള്ള നിനക്കാ? ഇതെന്തിനറിയണം? ആലോചിച്ചോക്ക്. എനിക്ക് ദുൽഖർ സൽമാനാണ് ഇഷ്ടം. എന്താവും മനസ്സിലാവുന്നു കേട്ടോ. വരച്ചത് എങ്ങോട്ട് പോണ്ട്? ഇതിൻ്റെ ഉള്ളിലാണ് വരയ്ക്കേണ്ടത്. മനസ്സിലാവണ്ടേ? മനസ്സിലാവണ്ടേ കുട്ടി? എനിക്ക് എൻ്റെ നേരത്തെ കംപ്ലീറ്റ് ആകത്തുണ്ട്, അതും കൂടി പിടിക്കണോണ്ടേ ചെയ്യാൻ. അയ്യോ, ഇതിപ്പോ കളർ ഇടണ്ട ഇത്. പിന്നെ ഇട്ട് തീർക്കാനാണല്ലോ. ക്രയോൺ കൊണ്ട് വർക്കാവില്ല, കാരണം ഫുൾ ഉള്ളിലോട്ട് പോകും. ഇത്ര നിറമുണ്ട് വരയ്ക്കാൻ. നമ്മളത് നിർത്താൻ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ഉള്ളില് കവർ ചെയ്ത്, പക്ഷെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇത് നേരത്തെ എങ്ങനെയായിരുന്നു, പക്ഷെ ഇത് നേരത്തെ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ എനിക്കിത് പകുതിയെല്ലാം ചെയ്യാൻ പറ്റിയായിരുന്നു. എൻ്റെ ഒരുവിധം ക്ലിയർ ആണ്, പക്ഷേ വരച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്തെങ്കിലും തോന്നുന്നില്ല. ഞാൻ അടുത്ത് ചെയ്യുമ്പോ നിനക്കത് കവർ ചെയ്യാനോ. അതന്നെ, പക്ഷെ കളർ അത് കിട്ടണം എന്നുള്ളൂ. കളർ പെൻസിൽ കിട്ടുന്ന സമയത്ത് വരച്ചാണ് ഞാൻ. കിട്ടിയില്ലെങ്കിലോ? അപ്പൊ ഓക്കെ. എന്നാ പിന്നെ ക്രയോണ് വെറുതെ കിട്ടിയില്ല, ആർക്ക് വേണ്ടിയിട്ടാണോ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ പോകാം. ഇതാണൊരു എനിക്ക് സ്കെച്ച്. പിന്നെയും കളർ പെൻസിൽ. എനിക്കൊരു ഇത്രയധികം സാധനങ്ങൾ ഇനിയിപ്പോ ഇതിനെന്തേലും മൂന്നാമത്തെ റൗണ്ട് ഞാൻ ഈ കളർ പെൻസിൽ വെച്ചിട്ടാണ്. അപ്പോ ഞാൻ ഇതിൽ ബ്ലാക്ക് വർക്കാണില്ലെന്നു നമുക്കറിയാം. ബാക്കിയുള്ളതോ എനിക്കറിയില്ല, കൈ പോലും ചുമ്മാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? തുടങ്ങിയ ഇല്ല, നീ നേരത്തെ ഞാൻ വെച്ച ഐഡിയ യൂസ് ചെയ്ത് നീ വേറെ ഒരു ഇത് ഇറക്കിയാൻ പോവാ. ഭയങ്കര ഐഡിയ ആയിരുന്നില്ല, അതുകൊണ്ടാണ് തെറ്റിച്ചതും തൊട്ട് ഞാൻ പര വരയ്ക്കണമെന്നാണോ തെറ്റിച്ച്? അല്ല, അതിൻ്റെ ഉള്ളിലത്തെ അത് ഇതെനിക്കുണ്ടായിരുന്നു. പക്ഷെ എപ്പോ വരയ്ക്കണം എന്നുള്ളത് അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ.
ഓക്കെ ഓക്കെ. ഇത്ര അടുത്ത് വരയ്ക്കണ്ടാവും. ഇപ്പൊ വരച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കളറൊക്കെ ഇപ്പൊ അയ്യോ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ നമുക്ക് കളർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പണിവാളും. എന്തേലും പറയും തമാശയായിട്ട്. ആ തമാശ. അതെ 5 മിനിറ്റൊക്കെ തികയോ? ഞാന് നീ 3 മിനിറ്റാ പറഞ്ഞു, ഞാൻ പറഞ്ഞു 3 മിനിറ്റ് തികയില്ല. ഇപ്പൊ പകുതി പേപ്പർ എടുത്തിട്ട് 8 പീസാക്കേണ്ടതായിരുന്നു. അതന്നെ. അപ്പുറത്തെ വീട്ടുകാരനോട് പോയിട്ടേ നാട്ടിരിക്കാൻ പറ്റുമോ നമുക്ക് ചോദിക്കണോ? ഇതെന്തിട്ട് ഓടിട്ടോണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് സൗണ്ട് ഇല്ലാണ്ടില്ല. അപ്പുറത്ത് എന്താ സൗണ്ട്? തെറ്റിപ്പോയ ഇത് വരയ്ക്കുമ്പോ തെറ്റിപ്പോയാ എന്നുള്ളൊരു സംശയമാണ് കൂടുതൽ. അത്രയ്ക്കും സംശയങ്ങൾ വേണ്ട. തിരിച്ചോ പിന്നെ ഓർമ്മിച്ചാൽ മതി ശരിക്കും. ശരി. സമയം എനിക്ക് കാണാല്ലേ ഇവിടുന്ന്. ഇതെനിക്ക് മനസ്സിലായി ആര് ജയിക്കുന്നു. ആര്? നീയല്ലേ? ഇതെന്തുട്ട് അത് ഇതൊക്കെ കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. എൻ്റെ കംപ്ലീറ്റും ഇല്ലാവില്ല പൊട്ടനായിട്ട്. കണ്ട ഇല്യൂഷൻ പോലെ തോന്നണം. അത് ഏങ്കിലുള്ള ഇല്യൂഷൻ. ഇത് എന്നിട്ട് വീട് കെട്ടണ പോലെ ഉണ്ട്. ഇതും മറ്റേ വേറെ കല്ല് വെച്ചിട്ട് വീട് കെട്ടണ പോലെ ഉണ്ട്. ഇത് ചോന്ന കല്ല് വെച്ചിട്ട് വീട് കെട്ടണ പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കഴിഞ്ഞാ ഈ കളറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ അതറിയാണ്ട് ശരി. അത് കഴിഞ്ഞിട്ട് വേറെ സംഭവം ചെയ്യാണ്ടായിരുന്നു. ശരി അടുത്ത റൗണ്ടിലേക്ക് പോവാം. കൂടുതൽ സമയം എടുക്കില്ല നമ്മൾ. അത് പെണ്ണാണ്. നേരത്തെ പെണ്ണ് കിട്ടിയപ്പോഴത്തേക്ക് മതിയായ പോലെ തോന്നുന്നു. എനിക്ക് സ്കെച്ചസ് ആണ് കാണുന്നത്. എൻജോയ്. ബ്ലാക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ സ്കെച്ച് പുറത്തേക്ക് വെച്ചത് പെണ്ണല്ലേ. ഇതിൽ സ്കെച്ച് വർക്ക് ബ്രൗൺസ് വർക്ക് ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്തില്ല, ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്തോ? ക്യാമറമാൻ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഞാനേത് വരയ്ക്കുന്നത്? റൗണ്ട് തന്നെ വരയ്ക്കുന്നു. ഞാൻ പറഞ്ഞുതരാം റൗണ്ട് വരയ്ക്കുന്നു. നീ ഇന്ന നോക്കി കോപ്പി അടിക്കത്തില്ല. പിന്നെ അല്ലാണ്ട് പിന്നെ നീ എന്തിനാ ഇന്ന നോക്കുന്നു? രസം. ഞാൻ എൻ്റെ ഇതിൽ ലാസ്റ്റ് വരെ നോക്കണില്ല. നോക്കാൻ പാടില്ല. ജസ്റ്റ് ഞാൻ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. എന്തായാലും ഇവിടം വരെ നടുക്കിലൊന്നും എനിക്ക് ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വരയ്ക്കുന്നതെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമല്ലോ വരച്ചാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു.
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കംപ്ലീറ്റ് ചെയ്താലേ അതിനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ ലാസ്റ്റ് നോക്കുമ്പോൾ. എന്തിപ്പോ ഇതിൽ ഏത് കാണാനാ ഒരു വൃത്തി. ഇല്യൂഷനായിട്ട് എൻ്റെ ഐഡിയയും കൊടുത്തിട്ട് ഞാനിവിടെ ഇല്യൂഷൻ അല്ല വരയ്ക്കും. അല്ല അത് ഇല്യൂഷനിലോട്ട് പോവാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. അതാണ് ഇതൊന്നും ഉണ്ടാത്ത സംസാരിക്കല്ലേ എൻ്റെ നാട്ടിൽ എന്ത് സംസാരിക്കണം സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. ശരി, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നല്ലേ വേഗം വരച്ച് തീർക്കാനാണ്. ഇതിനെന്താ ബന്ധം? ഇതെല്ലാം പകർന്നുണ്ടാവും. ഇത് പറഞ്ഞ പോലെ ഇത് സ്കെച്ചാണ് വിചാരിക്കും. ഇത് കളർ പെന്നാട്ടാ. പിന്നെ തെറ്റിദ്ധരിച്ചാലോ. എൻ്റെ സ്കെച്ചാണ് കേട്ടോ. നേരത്തെ ഞാൻ ഇവിടെ യൂസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇത് മൂന്നും പെന്നാണ്. നമ്മളെ ചേർത്ത് വരച്ചാൽ ഇതിപ്പോ കഴിയും, ടൈം പിടിക്കും. തിരിച്ചു മറിച്ചൊക്കെ വരയ്ക്കാൻ, മറിച്ചുമൊക്കെ വരയ്ക്കാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ വരയ്ക്കും. യു ആർ ബിഗ് ഡ്രോയർ. നീയാണ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ഞാൻ ആർട്ടിസ്റ്റും അല്ല ഡ്രോയറും അല്ല. നീ ഡ്രോയറാണ്. ഇതിപ്പോ ഈ എക്സാം ഹാളിൽ നമ്മൾ ഫസ്റ്റത്തെ പേപ്പർ നല്ല നീറ്റായിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് സമയം കഴിയുമ്പോൾ ചപ്പിളി ചിപ്പിളിയൊക്കെ വരയ്ക്കില്ലേ, അങ്ങനെ ആവുമ്പോൾ എൻ്റെ ഒരു ആർട്ട്, ദ പ്രോമാക്സ് ആർട്ടിസ്റ്റ്. ഒരു ടെൻഷൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? 34 സെക്കൻഡാണുള്ളത്. മോനെ ഇതെങ്ങനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ. ഫാർ ബെറ്റർ തന്നെ ഇതിരി. ഓ കഴിയണ വരെ ഇങ്ങോട്ട് നോക്കൂല, ഞാൻ ഇൻഫ്ലുവൻസ് ആവുന്ന പറഞ്ഞാളോ. ഞാൻ നോക്കി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടിട്ടില്ല നീ ഇത്ര നേരം? കഴിയണ വരെ എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിയണ വരെ. അല്ല അങ്ങനെ ഞാൻ വിചാരിച്ചു 8 എണ്ണം. ഞാൻ വിചാരിച്ചു ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല ഇതൊന്നും. പിന്നെയാണ് എനിക്ക് നേരത്തെ പറഞ്ഞ കമന്റുകൾ ഓർമ്മ വന്നു, വീട് കെട്ടണ പോലെ എന്നൊക്കെ. ഓക്കെ, ഈ ബിരിയാണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കുറച്ചിൻ്റെ ലൈറ്റ് കളേഴ്സ് അല്ല, അടുത്ത് നമുക്ക് എന്തെങ്കിലും കളർഫുൾ ആയിട്ട് കിട്ടിയ കളർഫുൾ ആക്കാം. നമുക്ക് ഇത്